ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് തിരക്കിൻ്റെ പൂരപ്പറമ്പ. വന്ന് കയറിയപ്പോൾ തൊട്ട് ഇരുന്നിട്ടില്ല. ഇന്ന് എത്ര ടീമുകളുടെ നിന്ന് ബ്ലഡ് എടുത്തൊന്നും എനിക്കും വലിയ പേടിയൊന്നുമില്ല. പിന്നെ വേറെ കുറേ കേസുകൾ അങ്ങനെ ഓട്ടത്തോടോട്ടം നിറഞ്ഞ ഒരു ദിവസം. ഇത് ഈ സ്റ്റെപ്പ് തന്നെ ഞാൻ എത്ര പ്രാവശ്യം കയറുന്നത് എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഈ ബ്ലഡ് കൊണ്ട് കൊടുക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ലാബിലേക്ക് ഒരു 10-15 പ്രാവശ്യം എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ ഇപ്പം തന്നെ സ്റ്റെപ്പ് കയറി. ഷിഫ്റ്റ് തുടങ്ങിയിട്ട് 2-3 മണിക്കൂറേ ആയിട്ടുള്ളൂ. പക്ഷേ ഓരോ തവണ സാമ്പിൾ എടുക്കുമ്പോൾ ഞാൻ ബെറ്റർ ആവുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അതായത് ക്ലിനിക്ക് ഇരിക്കുന്നത് താഴെ, അതായത് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഇരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ, ലാബ് ഇരിക്കുന്നത് 3ാമത്തെ ഫ്ലോറിൽ. ലിഫ്റ്റില്ല, പഴയ ബിൽഡിങ്ങാണ്. അപ്പം നടക്കുക ഇറങ്ങുക, സാമ്പിൾ എടുക്കുക പോവുക. ഇന്നൊന്ന് ഒടുക്കത്തെ തിരക്ക്. കാരണം ഇവിടെ നാളെ പബ്ലിക് ഹോളിഡേ ആണ്. അതുകൊണ്ട് ഇന്ന് ഒടുക്കത്തെ തിരക്കാണ്. എല്ലാ റൂമിലും നിർത്തി ഓടി നടന്നാണ് പരിപാടികൾ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കുറേ സെറ്റ് ചെയ്തിട്ടൊക്കെ അടിപൊളിയുള്ള ഇതിന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഇഞ്ചിൻ്റെ സൈസ് വൃത്തിയായിട്ടാണ് പിന്നെ പോയി ഇവിടെ എടുത്തുണ്ട്. പക്ഷെ കാണാനില്ല. പക്ഷെ എന്തൊക്കെയായാലും സെറ്റ് ചെയ്തേക്കാൻ അടിപൊളി, നല്ല രസമല്ലേ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ മൃഗങ്ങളാണ്. ഇവിടെ മീനാണെങ്കിൽ അടുത്ത സർജറി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവിടെ 2 പാമ്പുണ്ട്, 2 പൈത്തൺ. ഇപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ ക്ലാസ് മുറി, ഇതൊക്കെ ഓരോ ക്ലാസ് മുറികളാണ്. അതിനകത്തേക്ക് ഇപ്പം കയറാൻ പറ്റില്ല, കാരണം അടച്ചിട്ടേക്കാണ്. ഇപ്പോൾ ക്ലിനിക്ക് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ക്ലിനിക്കിലേക്ക് ഞാൻ വരുന്നു, ക്ലിനിക്കിൽ സംസാരിക്കുന്നു, ലൈക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകുന്നു, ഓരോന്ന് ചെയ്യുന്നു, പോകുന്നു. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താല്ലേ, ഇന്നെന്തായാലും ഓട്ടത്തിൻ്റെ ദിവസമായിപ്പോയി. ഓടി ഒരു പരുവായി. ഇതാണ് ക്ലിനിക്കിൻ്റെ ഏരിയ. ഇതല്ല, ഇത് നമുക്കുള്ള സ്ഥലം. അതിൻ്റെ അപ്പുറത്തൊരു നീണ്ടു കിടക്കുന്നുണ്ട്. ഇതൊന്ന് അങ്ങനെ ക്ലിനിക്ക്. ഇങ്ങനൊരു 8-10 ഉണ്ട് കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട്. ക്ലാസ് മുറി അടച്ചിട്ടേക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് ഒരു ക്ലാസ് മുറി, ക്ലിനിക്കൽ ഡയഗ്നോസ്റ്റിക്സിൻ്റെ. അവിടെ ഒരു വാതിലുണ്ടില്ലേ, അതിൽ കൂടെ നമുക്ക് മൃഗങ്ങളെ കൊണ്ടുവരാം. നമ്മുടെ ഇവിടെ ചെറിയ കുറച്ച് മൃഗങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ബാക്കിയുള്ളത് ഫാമിലാണ്. ഒരു 3 കുതിര, അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യമാണ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ട്. ഇവിടെ 3 കുതിര, 2 പശു, 1 ആട്, അങ്ങനെ. എന്നാലും ഞാൻ പോട്ടെ, അടുത്ത പേഷ്യൻ്റോടെ വെയിറ്റിംഗ് ആണ്. ഇന്നെന്തായാലും കിടക്കുന്ന ദിവസം തന്നെ. ഇതൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ഇതിനകത്ത് പട്ടിക്കുട്ടന്മാരെ, നമ്മുടെ പരീക്ഷണമല്ല, നമുക്ക് തൊട്ട് തലോടി പഠിക്കാനായിട്ടുള്ള ബീഗിളുകൾ. ഇന്നത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങി. കുറേ നാളുകൾക്ക് ശേഷം സമയം പോയത് അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമായ ഒരു ഫേസിലായിരുന്നു ഇന്ന്. ഇരുന്നിട്ടില്ല, ഓട്ടം തന്നെ. അതായത് ഇവിടെ ഒരു ഹോളിഡേ വരുന്നുണ്ട്. അപ്പോൾ കുറേ രോഗങ്ങളുള്ള കുറേ പേഷ്യൻസ് ഉണ്ടല്ലോ, അവരെല്ലാവരുടെയും കൂടി അപ്പോയിൻമെൻറ്റ് ഇന്നത്തേക്ക് കിട്ടും. അപ്പം ഞാനാണെങ്കിൽ ഒരു ഡോക്ടറെയും അടുത്ത ഡോക്ടർ എന്ന് പറഞ്ഞ് ഓട്ടത്തോടോട്ടം. മുങ്ങാൻ പോയിട്ടൊന്ന് ബാത്റൂം പോലും പോകാൻ പറ്റിയില്ല. അതായിരുന്നു അവസ്ഥ. ഇന്ന് കുറേ പേഷ്യൻസിൻ്റെ ബ്ലഡ് എടുത്ത് നമ്മൾ പറയില്ലേ, ചിലത് നമ്മൾ കുറേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ അഗ്രഗണ്യനാവുമെന്ന്. അതേപോലെ ആയിട്ടുണ്ട് ഞാൻ ബ്ലഡ് എടുക്കുന്ന കാര്യത്തിൽ. ഞാൻ ആയിരുന്നില്ല, ഇന്നിപ്പോൾ ഒരു 8-10 മേലെ എടുത്തിട്ടുണ്ട്. 10 കേസിന് മേലെ ബ്ലഡ് എടുത്തിട്ടുണ്ട്. എന്തോ ചെയ്ത് ആ ഒരു ഇതങ്ങോട്ട് മാറി. ഒരു പേടി സംഭവമില്ല, അത് അങ്ങോട്ട് മാറി. എന്ത് ചെയ്താലും ഇത്രയൊക്കെ വരൂ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം, അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ, അത് ഇന്നത്തോടുകൂടി മനസ്സിലായി. അതേപോലെ ഇന്നൊരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിനെ കുറിച്ച് പറയാം. അത് ഞാൻ നടന്നു തുടങ്ങട്ടെ. കാരണം പോയിട്ട് പഠിക്കണം, ബിദ്രോങ്കെ പോകണം. കാരണം ഇനി അങ്ങോട്ട് ജോലിയുടെ 3 ദിവസങ്ങളാണ് വരുന്നത്. അപ്പോൾ എന്തായാലും പോട്ടെ. അതേപോലെ മുന്തിരി നമ്മുടെ വലുതായിട്ടോ, മുന്തിരി കാണിക്കാം. ഞാൻ അന്ന് കാണിച്ചല്ലോ, നല്ല കൈപ്പുള്ള മുന്തിരി. ആ മുന്തിരിയൊക്കെ ഇത്തിരീശ വലുതായി ഈ പരുവായി. ഓക്കെ, ഇത് അധികം ടേസ്റ്റ് ആയിട്ടില്ല, പക്ഷെ ചുമ്മാ വായിലിട്ട് ഇതിൻ്റെ പൾപ്പ് എടുത്ത് കഴിക്കാൻ അടിപൊളിയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മുന്തിരി കിട്ടുമെന്ന് എനിക്ക് തോന്നല്ല. കുരുണ്ട്, അത് കുഴപ്പമില്ല. ഇവിടെ കുപ്പികൾ എങ്ങനെയാണ് പ്രശ്നമില്ല കേട്ടോ, അതെല്ലാവരും ചെയ്യണ സ്ഥലമാണ്. അത് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് മൊത്തത്തിൽ പറിച്ചുകൊണ്ടിട്ട് ഞാൻ വൈനിടും. ഇതേതാ പറിക്കാൻ പറ്റിയത്? ഒരു ഇച്ചിരി കളറായ മുന്തിരി പറിക്കണം. ഇത് കൊലകുത്തിയ പോലെ ഉണ്ടായ കിടക്കണം. ഒന്നും പഴുത്തിട്ടില്ലല്ലോ. ഇത്തിരി വലിപ്പമുള്ളത് നോക്കി എടുക്കുക, എന്നിട്ടൊന്ന് പയ്യെ പ്രസ് ചെയ്യുമ്പോൾ പൾപ്പ് വരും. എന്നിട്ട് പുളിയും മധുരവും. പക്ഷെ അധികം കഴിക്കണ്ട,
ജ്യൂസ് വേറെ പലയിടത്തേക്കും കൂടി പോവും. ഇപ്പം എന്തായാലും തിരിച്ചു പോവല്ല. ഒരു കാര്യം പറയാനുണ്ട്. ഇന്ന് കാലത്തൊരു കേസ് വന്നിരുന്നു, ഒരു പൂച്ചസാറിൻ്റെ കേസ്. കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നാം, ചിലപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും എങ്ങനെയെന്നും തോന്നാം. ഈ പൂച്ചയ്ക്ക് 19 വയസ്സ് പ്രായമുണ്ട്. അവസ്ഥ മോശമാണ്. കാലത്ത് വന്നു, 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ നമ്മളതിൻ്റെ ടെമ്പറേച്ചർ, ബ്ലഡ് ചെക്ക് ചെയ്യാൻ എടുക്കൽ കാര്യങ്ങളൊക്കെ ചെയ്തു. ടെമ്പറേച്ചർ ഭയങ്കര കുറവായിരുന്നു. അവസാനത്തേക്ക് എത്തി. പിന്നെ അത് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ആകെ വീക്കായിരുന്നു. അവസാനം നമ്മൾ യൂത്തനേഷ്യ ചെയ്തു. പൂച്ചനെ തട്ടി, പൂച്ച മരിച്ചു. പക്ഷെ അവിടെ ആ ഒരു ഓണറിൻ്റെ ആ ഒരു ഇമോഷൻ, അത് ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട്. 19 വയസ്സ് വരെ ഒരു പൂച്ചേനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെറ്റിനെയൊക്കെ നോക്കാമെന്ന് പറയുന്നത് ചില്ലറ പരിപാടിയല്ല. അത് വയസ്സായി അതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഇത്രയും ഓടി. എൻ്റെ അടുത്ത് പുള്ളിക്കാരൻ പറഞ്ഞത്, ഈ പൂച്ച ഇവിടെ കൺസൾട്ടേഷൻ തുടങ്ങിയിട്ട് 5 വർഷം എന്ന് പറഞ്ഞു. 5 വർഷമായിട്ട് ഈ പൂച്ചയ്ക്ക് പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിനെ ടേക്ക് കെയർ ചെയ്യുന്നത്. ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട്, യൂറോപ്പിലൊക്കെ അങ്ങനെ സ്ട്രേ ആനിമൽസിനെ കാണാൻ അധികം കിട്ടാറില്ല. അത് ഇപ്പം നമ്മുടെ നാട്ടിൽ പേവിഷബാധ വന്ന് അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഓരോ കാരണങ്ങളല്ല എന്തോരം സ്ട്രേ ആനിമൽസാണ്. അതിനൊക്കെ ഒരു പ്രോപ്പർ മോണിറ്ററിങ്, അതേപോലെ പ്രോപ്പറായിട്ട് വാക്സിനേഷൻസ്, അതേപോലെ ഈ ആൻറ്റി റാബിസ് ഇഞ്ചക്ഷൻ, അതേപോലത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാകും. ഇപ്പം ഈ അടുത്ത് തന്നെ ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീല് കണ്ടിരുന്നു. ഒരു കൊച്ചിന് റാബിസ് വന്നിട്ടുള്ള അവസ്ഥ. റാബിസ് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഇതിന് ഇഞ്ചക്ഷൻ വയ്ക്കാം പട്ടികളെ കൊന്നുകളയാനല്ല, എല്ലാവർക്കും വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിന് സർക്കാരും കാര്യങ്ങളൊക്കെ ഫണ്ട് അനുവദിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പ്രാവർത്തികമാവണില്ല. ഏതെങ്കിലുമൊക്കെ നല്ലവരായ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഇതിന് ഫണ്ട് അനുവദിക്കുന്നുണ്ടാവണം. ഒരു 98% ഇതൊക്കെ മാൻഡേറ്ററി ആയിട്ടും ഓരോ പഞ്ചായത്തിലും ഓരോ ഗവൺമെൻറ്റിലും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതുണ്ടോ എന്ന് അന്വേഷിക്കുക, ബി റെസ്പോൺസിബിൾ. എന്നിട്ട് ഈ മൃഗങ്ങൾക്കൊക്കെ വാക്സിനേഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നല്ല, അതിനെല്ലാത്തിനും ഫണ്ട് അനുവദിക്കുന്നുണ്ട്. അത് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക. അല്ലാതെ ഉള്ള സ്ട്രേയിൽ കാണുന്ന പട്ടികളെയും പൂച്ചകളെയും ഒക്കെ അതിനെ തല്ലിക്കൊല്ലുന്നതല്ല സൊല്യൂഷൻ. അതേപോലെ തന്നെ ന്യൂട്രിങ്, നമുക്ക് ഇവറ്റങ്ങളെ ന്യൂട്രി ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്പേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്തുകൂടെ. ഞാൻ ഡൈ ഹാർഡ് മൃഗസ്നേഹിയാണെന്നൊന്നുമല്ല, പക്ഷേ പ്രാക്ടിക്കലി സ്പീക്കിംഗ് ഇത് പോസിബിളാണ് നമ്മുടെ കൺട്രോളിൽ നിർത്താനായിട്ട്. എന്തുകൊണ്ട് പറ്റുന്നില്ല? ഇതിലൊക്കെ കൈയിട്ട് വരുന്നുണ്ടല്ലേ. അപ്പോൾ നിങ്ങളും റെസ്പോൺസിബിൾ ആവുക. നിങ്ങൾ പഞ്ചായത്തിൽ പോയി അന്വേഷിക്കുക ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. എന്നിട്ട് പരമാവധി ഒരു നല്ല എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യുക. കാരണം അവർക്കും ജീവിക്കണം, നമുക്കും ജീവിക്കണം. അവർക്കും പ്രശ്നങ്ങളുണ്ടാവരുത്, നമുക്കും പ്രശ്നങ്ങളുണ്ടാവരുത്. ഒരു മൃഗവും ജനിച്ചത് പ്രശ്നക്കാരായിട്ടല്ല, അവർ വളർന്നുന്ന സാഹചര്യം, അവർ പോയ സാഹചര്യങ്ങളുമാണ് അവരങ്ങനെ ആക്കുന്നത്. ലെറ്റ്സ് ഒരു സൈക്കോ കില്ലർ പരിപാടി. ഇപ്പം മിന്നൽ മുരളിയിലെ വില്ലൻ, പുള്ളി അങ്ങനെ ആയതല്ലല്ലോ, സാഹചര്യം കൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ്. അതേപോലെ തന്നെയാണ് എല്ലാ സംഭവങ്ങളും. അത് ജീവനുള്ള എന്തും സാഹചര്യം കൊണ്ടും അവർ വന്ന സാഹചര്യം കൊണ്ടും മാത്രം സംഭവിക്കുന്നതാണ്. ഇതിപ്പോൾ പലരും ഞാൻ വിചാരിക്കും എന്നാൽ നീ ഈ പേപ്പട്ടിനൊക്കെ പിടിച്ചോണ്ട് പോകാൻ. പേപ്പട്ടി ഉണ്ടാവുന്നില്ല, അത് ഓരോ സാഹചര്യത്തിൽ വേറെ ഒരെണ്ണത്തിൽ നിന്ന് കിട്ടുന്നു. അത് വേറെ ഒരെണ്ണത്തിൽ നിന്ന് കിട്ടണം അതുകൊണ്ടുള്ളതുകൊണ്ട്. അപ്പം ഉണ്ടാവാണ്ടിരിക്കണമെങ്കിൽ വാക്സിൻ കുത്തിവെച്ചാൽ മതി. അപ്പം അങ്ങനെ ചെറിയ ചെറിയ ലോജിക്കൽ സംഭവങ്ങളൊക്കെ ആലോചിച്ച് നോക്കാം. പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പഞ്ചായത്തിൽ ഇതിന് വേണ്ട ആൾക്കാരുണ്ട്, ഇതിന് ഫണ്ടിങ് നടക്കുന്നുണ്ട്, ഒക്കെ നടക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ വോയിസ് ഒന്ന് എടുത്താൽ മതി. ഞാൻ യൂറോപ്പിലാണ്, നിങ്ങളുടെ നാട്ടിൽ ഉള്ളവരാണെങ്കിൽ, നാട്ടിലുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട രീതിയിൽ ചെയ്യുക. അതേപോലെ നമ്മുടെ ഷാബ്കയിൽ കയറിയിട്ട് ഒരു മുള്ളർമിൽ ചേട്ടനെ മേടിച്ചിട്ടുണ്ട്. പറഞ്ഞ ആശയത്തിൽ നിന്ന് മാറി എന്ന് മാത്രം. പക്ഷേ ഐ സ്റ്റിൽ സ്റ്റാൻഡ് ഓൺ ദാറ്റ്. ഇതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാവുന്ന കാര്യങ്ങളാണ്, എളുപ്പമാണ്. ഇതൊന്നും മോണിറ്റർ ചെയ്ത് കൺട്രോളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. അപ്പോൾ അത്രയൊക്കെ തന്നെ. എന്തായാലും മുള്ളർ മിൽസിൻ്റെ ദുബായ് ചേട്ടനെ കുടിച്ചിട്ട് ഞാൻ തിരിച്ചു പോകട്ടെ. ബിദ്രോങ്കയിൽ ലക്ഷറി ആയിട്ട് ഓഫർ ഇല്ല, എന്നാലും പിടിച്ചു നിൽക്കാനുള്ള ഓഫറുണ്ട്. ഞാൻ 2 കിലോ പോർക്ക് മേടിച്ചു, 2 പാക്കറ്റ് ടോർട്ടില്ല മേടിച്ചു. വേറെ എനിക്ക് ആവശ്യമുള്ളൊന്നും ഉണ്ടായില്ല. അപ്പോൾ പോകുന്നതിന് മുന്നേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ബിദ്രോങ്കയിൽ കിട്ടാൻ നിങ്ങൾക്ക് സാധ്യതയുള്ള സാധനങ്ങളിൽ പ്രധാനപ്പെട്ട കുരുമുളക് പൊടി ഇവിടെ കിട്ടും, പിന്നെ ഗാർലിക് പൊടി കിട്ടും, ജാതിക്കയില്ലേ അതിൻ്റെ പൊടി ഇവിടെ കിട്ടും, പിന്നെ സിനമൺ പൊടി കിട്ടും. പക്ഷെ ഇതൊക്കെ പവർ കുറവാണ് കേട്ടോ, ആ ഒരു കാര്യം മനസ്സിലാക്കണേ. നല്ല സാധനമാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരണം. അപ്പം ഇങ്ങനെ മസാലകൾ കിട്ടും ബിദ്രോങ്കയിൽ. പിന്നെ മുളക് പൊടിക്ക് വരെ പാപ്രിക്ക കിട്ടുക, അത് ഇടുന്നതും ഇടാത്തതും കണക്കാണ്.
ഇതിനൊക്കെ റേറ്റ് കണ്ടല്ലോ 2 സ്ലോട്ടി 1 സ്ലോട്ടി ആ റേഞ്ചിലൊക്കെയാണ്. 20 ഗ്രാമിനാണെന്ന് തോന്നുന്നു. എല്ലാം സെയിം വെയിറ്റ് തന്നെ. മഞ്ഞൾപ്പൊടി കുർക്കുമ എന്നാണ് മഞ്ഞൾപ്പൊടീനെ പറയാട്ടോ. ഇത് എത്ര ഗ്രാമാണ് ഇവിടെ എഴുതി വെച്ചിട്ടില്ലേ? 9 ഗ്രാം. 9 ഗ്രാമിന് 2 സ്ലോട്ട് കേട്ടോ. എല്ലാ പാക്കറ്റിലും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ വേറെ ആവശ്യമുള്ള കുച്ച് നെഹി, വേറെ എനിക്ക് ആവശ്യമുള്ളതൊന്നും ഞാൻ കണ്ടില്ല. ചിപ്സ് മേടിക്കണമെന്നുണ്ട്, പക്ഷെ വേണ്ട. ഓഫറുണ്ട് ചിപ്സിന്, പക്ഷെ വേണ്ട. അപ്പോൾ അത്രയൊക്കെ തന്നെ. ഈ മേടിച്ച സാധനങ്ങളും കൊണ്ട് ഞാൻ പയ്യെ സ്ഥലം കാലിയാക്കാൻ നോക്കട്ടെ. കാരണം ആവശ്യമില്ലാണ്ട് ഇപ്പം ഇന്നലെയും കാശ് പൊട്ടിച്ചു, മിനിഞ്ഞാന്നും കാശ് പൊട്ടിച്ചു. അതുകൊണ്ട് ഇന്ന് കാശ് പൊട്ടിക്കാൻ താല്പര്യമില്ല. ആവശ്യമുള്ളത് മാത്രം മേടിച്ച് നമുക്ക് പയ്യെ സ്ഥലം കാലിയാക്കാം. കാരണം ചില സമയത്ത് നമ്മൾ അതും കൂടി ശ്രദ്ധിക്കണ്ടേ.